ഇപ്പോൾ നമ്മൾ സൂചിപ്പാറയിലെ മൃതദേഹം പുറത്തെത്തിക്കാൻ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി എത്തുന്നു. ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, എന്തായാലും ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും ആ വീഴ്ച സർക്കാർ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഇന്നിപ്പോൾ ഹെലികോപ്റ്റർ എത്തുമെന്ന് നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു. ബത്തേരിയിൽ നിന്നാണോ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നത് ദീപക് മോഹൻ? ബത്തേരിയിൽ നിന്നാണ് നിലവിൽ സൂചിപ്പാറയ്ക്ക് താഴ്ഭാഗത്തുള്ള ഈ പരപ്പൻപാറയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് ഇപ്പോൾ റോപ്പ് വഴി ആളുകൾ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം ബക്കറ്റ് വഴിയായിരിക്കും ഈ മൃതദേഹങ്ങൾ മുകളിലേക്ക് ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകുക. നേരത്തെ നമ്മളുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണ്. ആ പ്രദേശവാസികളായ കുറച്ച് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അവർ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മൾ ഇന്ന് രാവിലെയും അവരുടെ വാർത്ത നൽകിയതിനെ തുടർന്നാണ് ഉടൻ തന്നെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഹെലികോപ്റ്റർ ആ ഭാഗത്തേക്ക് എത്തി. ഈ പരപ്പൻപാറ വനമേഖലയോട് ചേർന്ന ആ പ്രദേശത്ത് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമുള്ളത് കൊണ്ട് തന്നെ കൽപ്പറ്റയിൽ ചില തടസ്സങ്ങളുണ്ട്. അതായത് ഈ ഭാഗത്ത് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പരപ്പൻപാറയിലേക്ക് ഹെലികോപ്റ്റർ എത്തിച്ച് അവിടെ നിന്ന് മൃതദേഹങ്ങളും വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് ബത്തേരിയിൽ നിന്ന് ഇപ്പോൾ ഈ പരപ്പൻപാറയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അരുൺ, രണ്ട് നേവിയുടെ അംഗങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. ഒപ്പം ഈ SOG അംഗങ്ങളുമുണ്ട്. ഈ കാടിനെ പറ്റി കൃത്യമായി അറിയുന്ന കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലുള്ള രണ്ടംഗ സംഘവും ഇവരോടൊപ്പം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങളുമാണ് അവർ ഇന്നലെ കണ്ടെത്തിയത്. പക്ഷേ അത് അഴുകിയ നിലയിലായതുകൊണ്ട് തന്നെ ഈ PP കിറ്റ് ധരിച്ച് കൂടുതൽ കവർ ചെയ്ത് വളരെ സൂക്ഷ്മതയോടുകൂടി മാറ്റേണ്ടതുണ്ട്. DNA പരിശോധനകൾക്കെല്ലാം അത് വിധേയമാകുന്ന സമയത്ത് ആ ഭാഗങ്ങൾ കൃത്യമായി തന്നെ സേഫായി തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെയും ഈ രക്ഷാപ്രവർത്തകർ ഇന്ന് രാവിലെ വീണ്ടും ആ ഭാഗത്തേക്ക് എത്തിയത്. ഏതായാലും ആശങ്ക ഒഴിയുകയാണ്. ഈ ഭാഗത്തിപ്പോൾ കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ വീണ്ടും വിശദമായ തിരച്ചിൽ ഈ ഭാഗത്ത് നടത്തും എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്. ശരി, എന്തായാലും 20 മണിക്കൂറോളം ആ ബോഡി കണ്ടെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത്. പക്ഷേ അതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം തെരച്ചിൽ നടത്തിയത് ഓപ്പറേഷൻ ഗ്രൂപ്പ് അല്ല, അവിടെ സന്നദ്ധ സംഘടനകൾ പോയതാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലത്താണ് പോയത്. ആ സന്നദ്ധ സംഘടനയിൽപ്പെട്ടവരെ ഹെലികോപ്റ്റർ തിരിച്ചെത്തിച്ചു. ഡെഡ് ബോഡി എത്തിക്കാനൊരു ഷീറ്റും അവിടെ കൊടുത്തു. പക്ഷേ PP കിറ്റ് കൊടുത്തില്ല എന്നാണ് ഈ സന്നദ്ധ സംഘടനയിൽപ്പെട്ടവർ പറയുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ഗ്രൂപ്പിൽപ്പെട്ട സേനാംഗങ്ങളും ഒപ്പം നേവിയുടെ സേനാംഗങ്ങളും ഉൾപ്പെട്ട ഒരു ഹെലികോപ്റ്ററാണ് പരപ്പൻപാറയിലേക്ക് തെരച്ചിലിനായി പോയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ 3 ഡെഡ് ബോഡികളും ഒരു ശരീരഭാഗവുമായി അവർ മടങ്ങും. അതോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ഏകദേശം അവസാനിക്കും.